ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് y ഫോർ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 - 3 ആൻഡ് 10y ഈസ് 10 യൂണിറ്റ്സ്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് 2 - 3 ആൻഡ് 10y ആണ്. ഈ രണ്ട് പോയിൻറ്റ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 10 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ y കണ്ടുപിടിക്കണം. ഈ പോയിൻ്റ് P ആണ്, ഈ പോയിൻ്റ് Q ആണ്. PQ 10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. PQ 10 ആണ്. അങ്ങനെയാണെങ്കിൽ y എന്താണ്? അപ്പോൾ PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല √of x2 - x1 സ്ക്വയർ, അതായത് 10 - 2 സ്ക്വയർ, 10 - 2 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ, y - of -3 സ്ക്വയർ, y - of -3 സ്ക്വയർ. ഇതാണ് PQ. അത് 10 ആണ്. ഓക്കെ, സോ നമുക്കൊന്നുകൂടിയും എഴുതാം. √of 10 - 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 സ്ക്വയർ പ്ലസ് ഇവിടെ y - of -3 എന്ന് പറയുമ്പോൾ y + 3 ആവും. y + 3 സ്ക്വയർ ഈക്വൽ ടു 10. നമുക്ക് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റൂട്ട് പോവും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഇവിടെ റൂട്ട് പോവും. പിന്നെ ഈ 8 സ്ക്വയറിനെ നമുക്ക് 64 എന്ന് എഴുതാം. ഇവിടെ y + 3 ഹോൾ സ്ക്വയർ. റൈറ്റ് സൈഡിൽ 10ൻ്റെ സ്ക്വയർ 100. ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യണമെന്ന്. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്തപ്പോൾ റൂട്ട് പോയി. റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 10 സ്ക്വയർ 100 വരും. ഈ 64 റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y + 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 - 64. അഥവാ y + 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100 - 64 എന്താ? 36 ആണ്. y അല്ലേ വേണ്ടത്. സ്ക്വയർ റൂട്ട് എടുത്താൽ y + 3യുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ y + 3 ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ y + 3 കിട്ടും. y + 3 ഈക്വൽ √36 കിട്ടും അല്ലേ? സ്ക്വയർ റൂട്ട് എടുത്തതാ. √36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? +or -6 ആണ്. 6 എന്ന് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല. +or -6 എന്ന് എഴുതണം. 36ൻ്റെ സ്ക്വയർ റൂട്ട്സ് 2 ഉണ്ട്. +6 ഉണ്ട്, -6 ഉണ്ട്. ഇവ രണ്ട് കേസായിട്ട് വരും. ഒരു പോസിബിലിറ്റി y + 3 = 6 ആവാം. അതല്ലെങ്കിൽ y + 3 = -6 ആവാം. കാരണം റൈറ്റ് സൈഡിൽ +6 ആവാം അല്ലെങ്കിൽ -6 ആവാം. അതുകൊണ്ട് y + 3 ഒന്നുകിൽ 6 അതല്ലെങ്കിൽ -6. 3 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ y = 3. ഓർ ഇവിടെ 3 റൈറ്റ് സൈഡിലോട്ട് പോയാൽ y = -6 - 3, y = -9. yക്ക് രണ്ട് വാല്യൂസാണ് കിട്ടുന്നത്.